1/4/2025 ശേഷം നിങ്ങളൊരു പാർട്ണർഷിപ്പ് ഡീഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വെക്കുന്ന ഒരു ക്ലോസ് ആണ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും റെമ്യൂണറേഷനും. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഇൻകം ടാക്സ് നമുക്ക് ക്ലെയിം എടുക്കണമെങ്കിൽ 40B പറഞ്ഞിട്ടുണ്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ അത് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എന്താണ് ഇനി സ്പെസിഫൈ ചെയ്യേണ്ടത്? 40B ലിമിറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് 3 lakhs വരെ എന്നുള്ള റെമ്യൂണറേഷൻ 6 ലക്ഷം വരെ ആക്കിയിട്ടുണ്ട്. 6 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് ഉള്ളത് 90% നമുക്ക് എന്ത് ചെയ്യാം? സാലറി ആയിട്ട് കാണിക്കാം. 10% ഫേമിൻ്റെ പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചാൽ മതി. 6 മേളിൽ വരുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് മേളിൽ വരുന്ന എമൗണ്ടിൻ്റെ 60% സാലറി ആയിട്ട് കാണിക്കാം, 40% പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇനി പുതിയ ലീഡ് എഴുതുമ്പോൾ ഈ ഒരു പോയിന്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു വേർഡും കൂടി ആഡ് ചെയ്യുക, ആസ് മേ ബി അമെൻഡഡ് ഫ്രം ടൈം ടു ടൈം. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഈ പറയുന്ന ഇൻകം ടാക്സിലെ 40B ലിമിറ്റഡ് ചേഞ്ചസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ആ പറയുന്ന ഡീഡ് അമെൻഡ് ചെയ്യണോ മാറ്റേണ്ടോ ആവശ്യം വരില്ല, കാരണം ആ പോയിന്റ് വാലിഡ് ആണ്. അപ്പോൾ എന്താണ് 40B പറയുന്ന ആ ലിമിറ്റ് അനുസരിച്ചാണ് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതെന്നാണ് ആ പറയുന്ന ഡീഡിലെ ക്ലോസ് റീഡ് ചെയ്യുന്നത്.